പാലക്കാട് മണ്ണാർക്കാട് ചിറക്കൽപ്പടിയിൽ സംഘർഷം. ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിന്റെ ജനകീയ ഉദ്ഘാടനം നടത്താനുള്ള ശ്രമം LDF തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. നാളെയാണ് റോഡിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കാനിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട് പാലക്കാട് നിന്നും. പ്രസാദ്, എന്താണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ച കാരണം? ഗൗതം, പാലക്കാട് ചിറക്കപ്പടിയിൽ നിന്നും മണ്ണാർക്കാടിന് സമീപം ചിറക്കപ്പടിയിൽ നിന്നും കാഞ്ഞിരപ്പുഴയിലേക്ക് പുതിയതായി റോഡ് നിർമ്മിച്ചിരുന്നു. റോഡിന്റെ നവീകരണം, അതിൽ 8 കിലോമീറ്റർ റോഡാണ് നിർമ്മിച്ചത്. അതിൽ 8 വർഷമായി ഇത് പൂർത്തിയാക്കാൻ എടുത്തു. നിരവധി ജനകീയ സമരങ്ങൾ ഇതിനു വേണ്ടി നടന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നാളെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കാനിരിക്കെ UDF അനുകൂലികളുടെ നേതൃത്വത്തിൽ അവിടെ ജനകീയ ഉദ്ഘാടനം സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചത്. ഇതിനുവേണ്ടി വൈകുന്നേരം 5 മണിക്കായിരുന്നു ജനകീയ ഉദ്ഘാടനം നിശ്ചയിച്ചത്. അതേസമയം തന്നെ നാളത്തെ ഔദ്യോഗിക പരിപാടിയുടെ വിളംബര ജാഥയുമായി LDF പ്രവർത്തകർ ചിറക്കൽപ്പടിയിലേക്ക് വന്നു. അങ്ങനെയാണ് രണ്ട് പ്രവർത്തകരും LDF-ന്റെയും UDF-ന്റെയും പ്രവർത്തകർ തമ്മിലുള്ള വാക്കേറ്റം നേരിയ സംഘർഷത്തിലേക്ക് വഴിമാറിയത്. എന്തായാലും ഇപ്പോൾ സംഘർഷാവസ്ഥ അവസാനിച്ചിരിക്കുന്നു. പോലീസ് ഇരുകൂട്ടരെയും പിന്മാറ്റിയിട്ടുണ്ട്. UDF-ന്റെ ആളുകളോട് പിന്മാറാൻ പറഞ്ഞിട്ടുണ്ട്. UDF പറയുന്നത് അവിടെ ഈ റോഡിന് വേണ്ടി ഇത്രയും കാലതാമസം എടുക്കേണ്ടി വന്നു. അവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ ചിറക്കപ്പടി മുതൽ കാഞ്ഞിരപ്പുഴ വരെയുള്ള ആളുകളെല്ലാം തന്നെ ഈ റോഡിന്റെ പേരിൽ ഒട്ടേറെ ദുരിതം അനുഭവിച്ചതാണ്. ഇത് പൂർത്തിയാക്കാൻ വേണ്ടി ഒട്ടേറെ ജനകീയ സമരങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കാണ് ഇതിന്റെ ജനകീയ ഉദ്ഘാടനം നടത്താനുള്ള അവകാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാളെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുമ്പായി ഇന്ന് ജനകീയ ഉദ്ഘാടനത്തിനായി ഇവർ ഒരുങ്ങിയത്. എന്തായാലും LDF പ്രവർത്തകർ അത് തടഞ്ഞു. നാളെയാണ് ഔദ്യോഗിക ഉദ്ഘാടനം. ഈ റോഡിന് ഒരൊറ്റ ഉദ്ഘാടനം മാത്രമേ ഉണ്ടാകൂ. അത് നാളെ മാത്രമാണ് ആ ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ടാണ് LDF പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുള്ളത്. കാഞ്ഞിരപ്പുഴ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ പൊറ്റശ്ശേരിയുടെ നേതൃത്വത്തിലായിരുന്നു LDF പ്രവർത്തകർ കൂടിയത്. എന്തായാലും ഇപ്പോൾ രണ്ടു കൂട്ടരെയും പോലീസ് പിരിച്ചുവിട്ടിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്.